വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ വമ്പിച്ച ജയം അത് നേടാൻ സാധിച്ചിട്ടും തൃശ്ശൂരിൽ നേരിട്ട കനത്ത തോൽവിയിൽ പതറുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും അവസാനിപ്പിക്കുമെന്ന കെ മുരളീധരന്റെ പ്രസ്താവന വരാനിരിക്കുന്ന പൊട്ടിത്തെറികളുടെ സൂചനയാണ്. കെ മുരളീധരൻ്റെ തോൽവിയോടെ തൃശ്ശൂരിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം, അത് സങ്കീർണമാവുകയാണ്. ഇതിൻ്റെ ഒരു അലയൊലികൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ വളരെ സങ്കീർണമാക്കുന്ന രീതിയിൽ തന്നെ ചർച്ചകൾ ഉയർന്നേക്കാം, UDFനെയും ബാധിച്ചേക്കാം. ആ രീതിയിൽ തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം UDFന് അത്രമേൽ മേൽക്കൈ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടും തൃശ്ശൂർ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് മുരളീധരൻ ഇന്നലെ നടത്തിയ പ്രസ്താവനകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. താൻ പൊതുരംഗം വിടുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നു. അത്ര കണ്ട മനസ്സ് മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് തൃശ്ശൂരിലെ മത്സരങ്ങളെക്കുറിച്ചാണ്. തൃശ്ശൂരിൽ ഇതിനു മുൻപ് മത്സരിച്ച് തോറ്റിട്ടുണ്ട് ഈ തൃശ്ശൂരിൻ്റെ നിയമസഭാ മണ്ഡലങ്ങളിൽ പെടുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് ഇത് രാശിയല്ല, തൃശ്ശൂർ പൊതുവെയും രാശിയല്ല. അതുമാത്രവുമല്ല, ഇനിയൊരു മത്സരത്തിനേക്ക് മനസ്സിനെ സജ്ജമാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ചെറുപ്പക്കാർ വരട്ടെ, കൂടുതൽ വിജയങ്ങൾ നേടട്ടെ എന്നെല്ലാം പറയുന്നത് അദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്ത് തന്നെ പല വിഷയങ്ങൾ സംഭവിച്ചതായി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ നിന്നുള്ള ഒരു മടുപ്പിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. DCC നേതൃത്വം അടക്കം ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിലുള്ളൊരു പിന്തുണ നൽകിയില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ നേതൃത്വത്തെ അറിയിച്ചു, പക്ഷേ കാര്യമായ ഒരു പരിഗണനയും ആ വിഷയങ്ങൾ തനിക്ക് തന്നില്ല എന്ന് കെ മുരളീധരൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൊതുവിലും തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ദേശീയ നേതാക്കളടക്കം തൻ്റെ പരിപാടിയിലേക്ക് ആരും കടന്നു വരാതിരുന്നതിനെയും അദ്ദേഹം പരാമർശിച്ചിരുന്നു. DK ശിവകുമാർ മാത്രമായിരുന്നു വന്നത് എന്ന് പറയുന്നു. മൊത്തത്തിൽ ഇതൊരു അസംതൃപ്തി അദ്ദേഹത്തിൽ ഉണ്ട് എന്നത് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി പൊതുരംഗത്തേക്ക് താൻ ഇല്ല എന്നൊരു പ്രഖ്യാപനവും എല്ലാം തന്നെ അദ്ദേഹം നടത്തി. രാത്രി തന്നെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് മടങ്ങുകയും ചെയ്ത് തൃശ്ശൂരിലേക്ക് ഇനിയില്ല എന്ന് അദ്ദേഹം തീർത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കിയുണ്ടാകുക ഈ ദിവസങ്ങളിൽ ഇനി സംസ്ഥാന കോൺഗ്രസിലും അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസിലും എല്ലാം തന്നെ ഇതുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന നേതൃത്വം തന്നെയാണ്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം വേണം എന്ന് തന്നെയാണ് ആവശ്യമുയരുന്നത്. ഇതിൽ കോൺഗ്രസ് ഒപ്പം BJP ഇവിടെ ജയിക്കാനിടയായ സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്ന് കെ മുരളീധരൻ പറയുന്നു. ഇത് തന്നെ CPM പരിശോധിക്കണം. കാരണം ഇങ്ങനെ വോട്ട് ചോർച്ച പല ഘടകങ്ങളിലും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്താണ് BJPക്ക് ഒരു വളക്കൂറുള്ള മണ്ണായി തൃശ്ശൂർ എങ്ങനെ പരുവപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടികൾ ചിന്തിക്കണമെന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ BJPയുടെ ജയം അത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതിൽ തൃശ്ശൂർ വേദിയാവുന്നു. കോൺഗ്രസ് പ്രത്യേകിച്ചും അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വരുന്ന ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ രസക്കൂട്ടുകൾ മാറിയിരിക്കുന്നു എന്നതാണ്. അത് ഒരു ഭാഗത്ത് തുടരുമ്പോഴും തൃശ്ശൂരിൽ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്യാഹ്ലാദത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കാരണം നാളുകളായി അവർ കൊണ്ടുപിടിച്ച പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങിച്ചെന്ന് അവർ പണിച്ചെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ വിജയമാണ് തങ്ങൾ നേടിയത്. ഇത് ആരുടെയും വോട്ട് മറിച്ചോ ശോഷണം സംഭവിച്ച് തങ്ങൾക്ക് നേട്ടമായിട്ടില്ല എന്ന് പറയുന്നു. കാരണം കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുണ്ടായിരുന്ന വോട്ട് ചോർച്ച അത് എവിടേക്ക് പോയി എന്ന ചർച്ചകൾ ഉയരുമ്പോൾ തന്നെ ഇത് തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയതാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇന്ന് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തുകയാണ്. സുരേഷ് ഗോപി ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ ശേഷം അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് 3 മണിയോടെ എത്തുമെന്നാണ് പറയുന്നത്. പ്രവർത്തകർ വിപുലമായ സ്വീകരണം നൽകിക്കൊണ്ട് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയെ സ്വീകരിക്കാനുള്ള ഒരു വലിയ തയ്യാറെടുപ്പെല്ലാം തന്നെ നടത്തിയിരിക്കുകയാണ്. വലിയ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു ഇന്നലെ തൃശ്ശൂരിലെമ്പാടും നടന്നത്. ഇന്നും അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ
തൃശ്ശൂരിലൂടെ തന്നെ BJPക്ക് അക്കൗണ്ട് തുറക്കുക എന്ന് അവർ എപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അതിൽ തൃശ്ശൂർ അതിൻ്റെ ഒരു വേദിയായിരിക്കുന്നു. അത് വരും നാളുകളിൽ BJPയെ ഏത് രീതിയിലാണ് മാറ്റങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നതെല്ലാം തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കെ മുരളീധരൻ ഇന്നലെയാണ് തൃശ്ശൂരിൽ നിന്നും മടങ്ങിയത്. കാറിൽ കുടുംബവുമായി കോഴിക്കോട് വീട്ടിലേക്ക് ആണ് മുരളീധരൻ നേരെ പോയത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പൊതുരംഗത്ത് ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ച ശേഷമായിരുന്നു മുരളീധരൻ അടക്കം. എന്താണെങ്കിലും അത് വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ച ചെയ്യാം. മത്സരരംഗത്ത് താനില്ല, പൊതുരംഗത്ത് നിന്ന് താൻ ഇനി മാറി നിൽക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തിയ ശേഷം ഇപ്പോൾ കെ മുരളീധരൻ തൃശ്ശൂരിലെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വസതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നിരവധിയായ പ്രവർത്തകർ, അനുയായികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം വൈകാരികമായാണ് അദ്ദേഹം അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പൊതുരംഗത്ത് തുടരുവാൻ താൻ ഇനി ഉദ്ദേശിക്കുന്നില്ല, സാധാരണ പ്രവർത്തകനായി താൻ തുടരും, പക്ഷേ പൊതുരംഗത്ത് താൻ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഒരു ഫോർമാറ്റിലും പലതരം കമ്മിറ്റികൾ എല്ലാത്തിലും തന്നെയുണ്ട്, പക്ഷെ ഒന്നിലും താൻ പങ്കെടുക്കുകയില്ല. ഒരു മനസ്സുഖം, താൻ ഉള്ള അത്തരമൊരു മാനസികാവസ്ഥ തനിക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആ രീതിയിലുള്ള ഒരു തുടർച്ച തനിക്ക് ഉണ്ടാകില്ല. തൃശ്ശൂർ തനിക്ക് രാശിയാകുന്നില്ല, ചിലർക്ക് ചില കാരണങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് താൻ ഇനി യാത്ര പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, പ്രവർത്തകരോടെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ്, അങ്ങേയറ്റം വൈകാരികമായി അദ്ദേഹം ആ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കോഴിക്കോടേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്യുന്നത്. നിരവധിയായ പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങേയറ്റം അദ്ദേഹം അവരോടെല്ലാം തന്നെ സംസാരിച്ച് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കോഴിക്കോടേക്ക് മടങ്ങുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തെ കാണുവാനായിട്ട് നിരവധി പ്രവർത്തകർ, DCC ഭാരവാഹികളടക്കം ഇവിടേക്കുണ്ടായിരുന്നു. പറഞ്ഞിരുന്നത് ഇനി ഒരു പൊതുരംഗത്ത് താൻ തുടരുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. പ്രവർത്തകരോടെല്ലാം തന്നെ അദ്ദേഹം സംസാരിക്കുകയും അതിനുശേഷം ഇവിടെ നിന്ന് ഇത്രയും ദിവസം ഇവിടെ താമസിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഓരോരുത്തരുടെയായിട്ട് യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം നീങ്ങുകയും ചെയ്തിരിക്കുന്നു. കോഴിക്കോടേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങേയറ്റം വൈകാരികമായാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. താൻ ഇനി പൊതുപ്രവർത്തന രംഗത്ത് തുടരുന്നില്ല, തൽക്കാലത്തേക്കെങ്കിലും താൻ വിടവാങ്ങുന്നു. ഇനി പുതിയ ആളുകൾ വരട്ടെ, പുതിയ യുവത്വം ഇവിടേക്ക് കടന്നു വരട്ടെ, ഒരു മടുപ്പിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. താൻ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി പലവട്ടം നേതൃത്വത്തെ അടക്കം അറിയിച്ചിരുന്നു എന്നതും അദ്ദേഹം സൂചിപ്പിക്കുന്നു. കൃത്യമായ ഒരു നടപടി ഉണ്ടായോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്. തന്നെ കുരുതി കൊടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വളരെ ദുഃഖിതനായിട്ട് തന്നെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് മടങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് മാത്രമല്ല, ഇതിനകത്തുനിന്ന് തന്നെ അദ്ദേഹത്തിന് വേദനയുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ തൃശ്ശൂരിലെ സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ.